ഹലോ, പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയുർവേദ സോപ്പിൻ്റെ ഷോർട്ട് വീഡിയോസാണ് ഇടാറുള്ളത്. ഇപ്പോൾ ഫുൾ വീഡിയോ ഇടുമെന്ന് കുറേ ആൾക്കാരായി ചോദിക്കണു. റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല പനിയും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ആയുർവേദ സോപ്പ് ഉണ്ടാക്കുന്നത് കാണാം. കുറച്ചധികം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. 11 തരം ഐറ്റംസാണ്, ഇൻഗ്രീഡിയൻസാണ് ഉള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ഓരോ സാധനങ്ങളും നമ്മുടെ സ്കിന്നിന് നല്ല ഗുണമുള്ളതാണ്. ആദ്യം തന്നെ പച്ചമഞ്ഞളാണ്. നിറം വയ്ക്കാനൊക്കെ പച്ചമഞ്ഞൾ നല്ലതാണ്. എനിക്കിതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ നല്ല ചുമയുള്ള കാരണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ വല്ല വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ചാലും ക്ഷമിക്കുക. രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ളത് നെല്ലിക്കയാണ്. നെല്ലിക്കയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത്. ഇത്ര അധികം ഒന്നും ആവശ്യമില്ല കേട്ടോ. അടുത്തത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ സ്കിന്നിന് വളരെ നല്ലതാണ്. അതും അത്ര വലിയൊരു ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, അതിൽ നിന്നും ചെറിയൊരു കഷ്ണേ വേണ്ടൂ കേട്ടോ. ഇനി എടുത്തിട്ടുള്ളത് തെച്ചിപ്പൂവാണ്. ചെത്തിപ്പൂവ്, തെച്ചിപ്പൂവ് അതൊക്കെ ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് മരുന്ന് തെച്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്. ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിലും മുട്ടുണ്ടെങ്കിലും ഇതിൽ ആഡ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്തത് ആര്യവേപ്പുണ്ട്. ആര്യവേപ്പും സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെയുള്ളത് മുരിങ്ങയുടെ ഇലയാണ്. മുരിങ്ങയുടെ ഇലയും ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അടുത്തത് ശംഖുപുഷ്പം. ശംഖുപുഷ്പം വെള്ള കിട്ടാനാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് നീലയാണ്. പിന്നെ പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്, തുളസി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സോപ്പിന് നമ്മുടെ നാടൻ രീതിയിലുള്ള എല്ലാം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇനിയും സാധനങ്ങൾ, ചെമ്പരത്തി പൂവ് ഉണ്ടെങ്കിൽ അതിടാം, ചെമ്പരത്തിയുടെ മുട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ വൈറ്റ് കിട്ടാനുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ അതിലൂടെ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ വൈറ്റിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ വൈറ്റ് ഫ്ലവറിൻ്റെ ഡ്രൈ ഫ്ലവർ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം പച്ചയായിട്ടുള്ള ചെയ്യണത്. അപ്പോൾ പിന്നെ അത് ഞാൻ ചേർക്കാൻ നിന്നില്ല. ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്നപ്പോൾ ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. അതിൽ നിന്നും ഇത്തിരിച്ച് നമ്മൾ ഓരോ പിടി, നമ്മുടെ കയ്യിൽ ഓരോ പിടിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലാക്കി തരാനായിട്ടും കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാനത് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സോപ്പിൽ പലർക്കും വരാനുള്ള സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തലയിൽ ഉപയോഗിക്കാൻ പറ്റുമോ മഞ്ഞളുള്ളത് കൊണ്ട് നല്ല സംശയം വരാൻ ചാൻസ് ഉണ്ട്. മഞ്ഞളൊക്കെ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ടെൻഷൻ, അങ്ങനെ പേടിയുള്ളവരൊന്നും തലയിൽ ഉപയോഗിക്കേണ്ട. പിന്നെയുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്കൊന്നും ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കുഴപ്പമില്ല, അത് ആണുങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഈ പ്ലേറ്റിൽ കൂടുതലായിട്ട് ഇരിക്കുന്ന അലോവേര എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടല്ല ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവം ആവണത് വരെ നമുക്ക് കിട്ടാനായിട്ട് അലോവേരയുടെ പീസുകൾ തന്നെയാണ് ഞാൻ കൂടുതലും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ വെള്ളം, DM വാട്ടർ ഒന്നും ചേർത്ത് കൊടുക്കാതെ നമുക്ക് അരച്ചെടുക്കണമെങ്കിൽ കൂടുതൽ അലോവേര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അലോവേര കൂടുതൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഗുണം കൂടുകയുള്ളൂ. ഇനി അത് അരിച്ചെടുക്കുകയാണ്. നല്ല പോലെ അരിച്ചെടുക്കണം. ഈ ജ്യൂസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര അധികം ഉണ്ടാക്കണ്ടോ എന്ന് വിചാരിക്കും. ഇല്ല കേട്ടോ, ഞാനൊരു 600 ഗ്രാം, അതായത് 600 ഗ്രാമിൻ്റെ 6 സോപ്പാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. 600 ഗ്രാമിലേക്ക് ഇത്ര അധികം ജ്യൂസൊന്നും ആവശ്യമില്ല. നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ നമ്മൾ ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി നാളൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞാൽ അതിനൊരു പുളിപ്പ് രസമൊക്കെ വരും അല്ലേ, സാധാരണ ജ്യൂസൊക്കെ. അതേപോലെ തന്നെ നമ്മൾ ഈ ജ്യൂസ് എടുത്ത് വെച്ചാലും ഇത്തിരി നാൾ, ഒരു 2-3 ദിവസമൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. പക്ഷേ ഒരു 3 ദിവസം, മാക്സിമം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടാവാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊന്നും കേടായി പോവാതിരിക്കാനായിട്ട് നമുക്ക് ഈ ജ്യൂസിലേക്ക് ഫിനോക്സിയത്തിനോൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന സാധനങ്ങളും അതേപോലെ സോപ്പ് ഉണ്ടാക്കുന്ന രീതിയും അതിലെന്തൊക്കെ ചേർക്കണോ, എത്ര അളവ് ചേർക്കണോ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക, എന്നാലാണ് അതിലെത്ര അളവിലാണ് ഓരോന്നും ചേർക്കണേ എന്നുള്ളത് അറിയുള്ളൂ. പിന്നെ വീഡിയോ ഇതുവരെയായിട്ടും ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സോപ്പിലേക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടി അരച്ചിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 196 ml ആണ്. അതിൽ നിന്നും സോപ്പ് ഉണ്ടാക്കാനായിട്ട് 25 ml ജ്യൂസ് നമുക്ക് അളന്ന് മാറ്റിയെടുക്കണം. 25 എന്നുള്ളത് 26 ml ആയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല കേട്ടോ.
ഇപ്പോൾ ഞാൻ ആ കൂടുതലുണ്ടായിരുന്ന ജ്യൂസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫിനോക്സിയത്തനോളാണ്. 1 ലിറ്റർ ജ്യൂസിലേക്ക് 5 ml ആണ് ഫിനോക്സിയത്തനോൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എനിക്ക് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 196 ml ജ്യൂസായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 25 ml 26 ml ജ്യൂസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. 196 ml നിന്ന് 26 ml കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 170 ml ജ്യൂസാണ്. അത് ഞാൻ ഫിനോക്സിയത്തിനോൾ ചേർത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ml ആണ് കേട്ടോ ഞാൻ ഫിനോക്സിയത്തിനോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആയുർവേദ സോപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അവക്കാഡോ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗ്രീൻ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കുന്നുണ്ട്, പിന്നെ ചന്ദ്രികയുടെ സ്മെല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഫ്രാഗ്രൻസ് ഓയിൽ ചന്ദ്രികയുടെയാണ്. പിന്നെ വെജ് ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത്. 600 ഗ്രാം സോപ്പിലേക്ക് നമുക്ക് 30 ml ആണ് ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ടത്. സോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസ് നമ്മൾ 26 ml മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കൊരു 5 ml കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് 30 എന്നുള്ളത് 31 ml ആവും. അത് നമുക്ക് കുഴപ്പമില്ല, ഒരു ml അല്ല, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 30 ml എന്നുള്ള കണക്കാണ് ഞാൻ പറയണത്. 30 ml ആണ് മൊത്തം വേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒരു 5 ml കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് കുട്ടികൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്ന ഈ ചെറിയ മൂടി ഉണ്ടല്ലോ, അതിൽ 2.5 ml അവക്കാഡോ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ചേർത്തിട്ടുള്ളത് വൈറ്റമിൻ ഇ ഓയിലാണ്. അതൊരു 3/4 ml എന്നുള്ള അളവിൽ ചേർത്താൽ മതി. പിന്നെ വെജ് ഗ്ലിസറിനുമാണ്. ഇത് മൂന്നും കൂടിയിട്ട് 5 ml ആണ് ഈ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അവക്കാഡോ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കാഡോൻ്റെ ഗുണങ്ങൾ കൂടി നമുക്ക് ഈ സോപ്പിൽ കിട്ടും. പിന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലെന്തെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരളവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. സോപ്പ് നല്ല ഡ്രൈ ആയി പോവില്ല, സ്കിന്നിനും വളരെ നല്ലതാണ്. ഇപ്പോൾ മൊത്തം 30 ml ആണ് നമ്മൾ ജ്യൂസ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം സോപ്പിന് 5 ml ആണ് കേട്ടോ ജ്യൂസ് ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ 600 ഗ്രാമാണ് സോപ്പ് ബേസ് എടുത്തിട്ടുള്ളത്. ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസിലാണ് ഞാൻ ആയുർവേദ സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ബേസ് അളന്നെടുക്കുമ്പോൾ കൃത്യം 600 എടുക്കാതെ ഒരു 2 ഗ്രാമോ 3 ഗ്രാമോ ഒക്കെ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ഒന്നുകൂടി ഇപ്പോൾ പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുമല്ലോ, അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് നമുക്കൊരു 2 ഗ്രാം സോപ്പ് ബേസ് കൂടുതൽ ഇട്ടോളൂ. അപ്പോൾ നമുക്ക് കൃത്യ അളവിൽ തന്നെ സോപ്പ് കിട്ടും. ഇനി ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ഡബിൾ ബോയിലിങ്ങിന് വെക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയണത്. ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരന്ന വട്ടമുള്ള പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പാത്രം, ഞാൻ ഇപ്പോൾ ഇറക്കി വെച്ചിരിക്കുന്നത് പോലെ ഒരു ചെറിയ പാത്രത്തിലാണ് ഈ ബേസ് ഇടേണ്ടത്. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇടേണ്ടത്. ചെറുതാക്കി കട്ട് ചെയ്യണത് വേഗം തന്നെ മെൽറ്റായി കിട്ടാനാണ് കേട്ടോ. വലുതാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പതുക്കെയാണ് അത് മെൽറ്റാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പാത്രം ഇറക്കി വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് വേണം നമ്മളെടുത്തിട്ടുള്ള ആ ബേസ് മെൽറ്റായി കിട്ടാനായിട്ട്. ഇതാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയണത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന 600 ഗ്രാം ബേസ് നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 30 ml ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ചന്ദ്രിക സോപ്പ് എന്ന് പറയുമ്പോൾ ഒരു പച്ച നിറമല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് ചേർത്ത് കൊടുത്തപ്പോൾ ഒരു മഞ്ഞ ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. ഇതേ സമയം ഗ്ലിസറിൻ ബേസിലാണ് ചെയ്യണതെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ഗ്രീൻ കളർ തന്നെ കിട്ടിയേനെ. ഇത് നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസിലായതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ കളർ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കരുത്. ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും നമുക്ക് അപ്പോൾ ഒരു കളർ ഉണ്ടെങ്കിൽ തന്നെ ഒരു കുളിയൊക്കെ കഴിയുമ്പോൾ, അതായത് ഒന്ന് നനയുമല്ലോ സോപ്പ്, നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളറൊക്കെ വെള്ളം പോലെ തന്നെ ഒലിച്ചങ്ങനെ പോവും, കളറൊക്കെ മങ്ങിപ്പോവും. അപ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കാതെ കോസ്മെറ്റിക്സിൽ ചേർത്ത് കൊടുക്കണം. ലിക്വിഡായിട്ടുള്ള ഇതേപോലത്തെ തന്നെ കളർ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് സ്കിന്നിനൊന്നും ഒരു ദോഷവും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒരു പേടിയൊന്നും ആർക്കും വേണ്ട. കളറൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ചന്ദ്രികയുടെ കളർ എന്ന് പറയുമ്പോൾ ഇത്തിരി ഒരു ഡാർക്ക് കളറാണ്. ഇനി കളർ ചേർത്ത് കൊടുക്കാതെ തന്നെ ചെയ്യണവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഒരു ലൈറ്റ് കളറാണ് ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്തിരി കൂടിയും കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലൊക്കെ ഉപയോഗിക്കാനാണെന്ന് വെച്ചാൽ കളറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സെയിൽ ചെയ്യാനായതുകൊണ്ട് തന്നെ ഒരു ഭംഗിയൊക്കെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ കളർ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്യണം. ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്കതിലേക്ക് സ്മെല്ല് ചേർത്ത് കൊടുക്കാനായിട്ട്.
ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവി കൂടെ, അതായത് ചൂടാകുമ്പോൾ ആവി പോകുമ്പോൾ ഈ സ്മെല്ലും ആവിയായിട്ട് പോവും. അപ്പോൾ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം അതിൽ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുക. 2.5 ml ഞാൻ ചന്ദ്രികയുടെയാണ് സ്മെല്ല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കിലോ ബേസിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 5 ml ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 600 ഗ്രാമാണുള്ളത്. അപ്പോൾ ഒരു 2.5 ml വേണമെങ്കിൽ ഒരു പൊടി തുണ്ട് കൂടി കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. നല്ല ഭയങ്കരമായിട്ടുള്ള മണം ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് വെച്ചിട്ട് ഒരു കണക്കിലും വിട്ടിട്ട് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോപ്പ് സെറ്റ് ആവാണ്ട് കിട്ടുള്ളൂ. സോപ്പ് ഇപ്പോൾ 2-3 മണിക്കൂർ വെച്ചാലും സെറ്റാവില്ല. ഇപ്പോൾ ഞാൻ സോപ്പ് സെറ്റാക്കാനായിട്ട് വെക്കണത് 1 മണിക്കൂറാണ്. 1 മണിക്കൂർ കൊണ്ട് തന്നെ സോപ്പ് സെറ്റായി കിട്ടും. ഇനി 1 മണിക്കൂറല്ല, 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെക്കണമെന്ന് വെച്ചാലും വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1 മണിക്കൂർ ഇപ്പം നമ്മൾ ചേർക്കണ ജ്യൂസിൻ്റെയും അതേപോലെ എല്ലാതിൻ്റെ അളവ് കൃത്യമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ സോപ്പ് സെറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം മുകളിലത്തെ ആ ഒരു ലെയർ സെറ്റായിട്ട് കട്ടയായിട്ടാണ് വീഴണത്. അതായത് നമ്മൾ ചേർത്തിട്ടുള്ള ജ്യൂസും അതേപോലെ നമ്മൾ എടുക്കുന്ന സോപ്പിൻ്റെ ബേസ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോപ്പ് സെറ്റായി കിട്ടും കേട്ടോ. 100 ഗ്രാമിൻ്റെ 6 സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. പിന്നെ ഈ മോൾഡിൽ ഫുള്ളായിട്ട് നിറയെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 100 ഗ്രാം അല്ല, അതിനും കൂടുതൽ 110 115 അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ നിറയെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ചില മോൾഡുകൾ നിറയെ ഒഴിച്ചാലാണ് അതിൽ കൃത്യമായിട്ട് തൂക്കം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക, അതിൽ വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നോക്കി നോക്കുക, വെയിറ്റ് നോക്കണ മെഷീനിൽ വെച്ചിട്ട് നോക്കുക എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ അതിൽ എത്രത്തോളം അളവിൽ ഒഴിച്ചാലാണ് അത് കൃത്യമായിട്ട് 100 ഗ്രാം കിട്ടുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ സോപ്പ് സെറ്റായിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് തന്നെയാണ് സോപ്പ് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ചന്ദ്രിക സോപ്പിൻ്റെ തന്നെ മണമാണുള്ളത്. ഞാൻ സോപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ ജ്യൂസാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ, അതായത് ഞാനിപ്പോൾ ചെയ്തപ്പോൾ കൂടുതലുണ്ടായിരുന്ന ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചത് കാണിച്ചു തന്നുമല്ലോ. അപ്പോൾ അതിൽ ചേർത്തിട്ടുള്ളത് പ്രിസർവേറ്റീവ് ആണ് കേട്ടോ, ഫിനോക്സിയത്തിനോൾ എന്ന് പറയുന്നത്. അത് കോസ്മെറ്റിക്സിൽ ചേർത്ത് കൊടുക്കണം, അതായത് കൺമഷി, ഐലൈനർ, സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചേർക്കണം. കോസ്മെറ്റിക്സിൽ ചേർത്ത് കൊടുക്കണ പ്രിസർവേറ്റീവ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ അത് ചേർത്തുകൊണ്ട് സോപ്പിന് കെമിക്കലായില്ലേ അങ്ങനെ ഒന്നും തോന്നണ്ട. എടുത്തു വെക്കുന്ന ജ്യൂസിൽ മാത്രമല്ല, നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അത് കേടുകൂടാണ്ടിരിക്കാനായിട്ട്, അതായത് നമ്മൾ സാധാരണ ജ്യൂസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു 2 മാസമാണ് ഇരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനോക്സിയത്തിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു 6 മാസം വരെ കേടുകൂടാണ്ടിരിക്കും. അത് നമുക്ക് സ്കിന്നിന് ഒരു ദോഷമില്ല കേട്ടോ. സോപ്പൊക്കെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനുണ്ടാക്കുന്ന സോപ്പുകൾ നിങ്ങൾക്കും ആവശ്യമുണ്ട് വെച്ചാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ വയ്യാത്തതുകൊണ്ടാണ്, ചുമയൊക്കെ ഉള്ളതുകൊണ്ടാണ് സംസാരം ഇത്ര പതുക്കെയായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നിച്ചാൽ ക്ഷമിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.